ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കോതമംഗലത്തുള്ള പീസ് വാലി കാണുന്നതിനായിട്ട് എറണാകുളത്തേക്കുള്ള യാത്രയിലാണ്. ട്രിവാൻഡ്രം എക്സ്പ്രസിന്റെ ഡിസബിലിറ്റി കമ്പാർട്ട്മെന്റിലാണ് യാത്ര. ഈ കമ്പാർട്ട്മെന്റിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നതിനായിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ കമ്പാർട്ട്മെന്റിൽ 2 സീറ്റും 2 ബെർത്തും ആണ് ഉണ്ടാവുക. വീൽ ചെയർ ഒക്കെ വെക്കുന്നതിനായിട്ട് പ്രത്യേകം സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. വീൽ ചെയറിൽ തന്നെ ടോയ്ലറ്റിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു ടോയ്ലറ്റ് ആണ്. പക്ഷെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വീൽ ചെയറിലുള്ള ഒരാൾക്ക് ഈ കമ്പാർട്ട്മെന്റിലേക്ക് കയറുന്നതിനായിട്ട് റാമ്പോ മറ്റു സംവിധാനങ്ങളോ റെയിൽവേ നിർമ്മിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ഭിന്നശേഷിക്കാർക്കും ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് ഒരു ബാലികേറ മലയാണ്. ഈ അടുത്ത കാലത്തായിട്ട് എടുത്തു മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള റാമ്പുകൾ റെയിൽവേ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട്. വളരെ ചുരുക്കം റെയിൽവേ സ്റ്റേഷനുകളിലാണ് ഇപ്പൊ അത് നടപ്പാക്കിയിട്ടുള്ളത്. അധികം വൈകാതെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും അത്തരം സംവിധാനങ്ങൾ ഒരുക്കുമെന്നാണ് റെയിൽവേ പറയുന്നത്. അത്തരം ഒരു സംവിധാനം വരികയാണെങ്കിൽ ദീർഘദൂരം യാത്ര ചെയ്യേണ്ട ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് അത് വളരെ ഉപകാരപ്രദമാകും. മിക്ക ട്രെയിനുകളിലും 2 കമ്പാർട്ട്മെന്റുകളുണ്ട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാത്രമായിട്ട്. ഒന്ന് എഞ്ചിന്റെ തൊട്ടു പുറകിലും, രണ്ടാമത്തേത് ട്രെയിനിന്റെ ഏറ്റവും പുറകിൽ ഗാർഡിന്റെ തൊട്ടടുത്തായിട്ടാണ് ഉണ്ടാവുക. നമ്മൾ ഇറങ്ങുന്നതും കയറുന്നതും ഒക്കെ ഗാർഡിന് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഗാർഡിന്റെ കമ്പാർട്ട്മെന്റിനോട് ചേർന്നുകൊണ്ട് ഈ കമ്പാർട്ട്മെന്റ് വെച്ചിട്ടുള്ളത്. ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ട്രെയിൻ ടിക്കറ്റ് നിരക്കുകളിലും ഇളവുകളുണ്ട്. സ്ലീപ്പർ ക്ലാസ്സുകളിൽ 75%, 3 ടയർ എ സിയിൽ 50% ഇളവുകളുണ്ട്. പക്ഷെ എല്ലാ ട്രെയിനുകളിലും ആ ഇളവുകൾ ലഭിക്കുന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ജനശതാബ്ദി പോലുള്ള ട്രെയിനുകളിൽ ഭിന്നശേഷി കമ്പാർട്ട്മെന്റുകളും ഇല്ല. ഭിന്നശേഷിക്കാരായ ആളുകൾക്ക്, പ്രത്യേകിച്ച് വീൽ ചെയറിലുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന ഒരു കാര്യമാണ് യാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക ഭിന്നശേഷിക്കാരായ ആളുകളും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്നത്. പൊതു ഇടങ്ങളും പൊതുഗതാഗത സംവിധാനങ്ങളൊക്കെ ഭിന്നശേഷി സൗഹൃദമാവുകയാണെങ്കിൽ ഭിന്നശേഷിക്കാർ അനുഭവിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം കാണുന്നതിന് സാധിക്കും. അധികം വൈകാതെ പൊതു ഇടങ്ങളും പൊതുഗതാഗത സംവിധാനങ്ങളൊക്കെ തന്നെ വീൽ ചെയർ ഫ്രണ്ട്ലിയും ഭിന്നശേഷി സൗഹൃദമാവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രവർത്തിക്കാം. യാത്രകൾ തുടരുകയാണ്.